ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിതാ നമ്മൾ ഇന്നും 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. നമ്മുടെ ഒരു മോർണിംഗ് പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ 5 മണിക്ക് എണീക്കണമെങ്കിൽ, നമ്മൾ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ നമ്മൾ തലേന്ന് ദിവസം തൊട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു മോർണിംഗ് പ്രൊഡക്റ്റീവ് മോർണിംഗ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഒരു പിറ്റേ ദിവസത്തെ രാവിലെ ഒരു മോർണിംഗ് നമുക്ക് പ്രൊഡക്റ്റീവ് മോർണിംഗ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ചെയ്യാനുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നമ്മൾ തലേന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ തലേന്ന് നമ്മൾ പിറ്റേ ദിവസം രാവിലെ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഒരു 10:30 11 മണിക്കെങ്കിലും മിനിമം നമ്മൾ കിടന്നിരിക്കണം. എന്നാലാണ് നമുക്ക് രാവിലെ ഒരു 5 മണിക്കെങ്കിലും എണീക്കാൻ പറ്റുള്ളൂ. രാത്രി നേരത്തെ കിടന്നാലാണ് രാവിലെ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് തലേന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് അടുക്കളെല്ലാം നീറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ തലേന്ന് കിടന്നുറങ്ങാനായിട്ട്. അപ്പം നമ്മൾ രാവിലെ എന്നിട്ട് നമ്മൾ അലാറം വെക്കുമ്പോൾ നമ്മുടെ അലാം എന്തിനാണോ സെറ്റ് ചെയ്യുന്നത്, ഫോണിലാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോക്കിലാണെങ്കിൽ അലാറം സെറ്റ് ചെയ്യുന്ന എന്തിലാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം. കാരണം അടുത്ത് വെച്ച് നമ്മുടെ കയ്യിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലാറം അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് അവിടെ കിടക്കും. മടിയില്ലാത്തവരാണെങ്കിൽ എന്തായാലും നമുക്ക് പണികളെല്ലാം എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളത്, കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളവരും അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീറ്റ് പോകും. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അലാറം എൻ്റെ ഫോണിലാണ് വെക്കാറുള്ളത്. അപ്പം ഞാൻ ഫോൺ കുറച്ച് മാറ്റിയിട്ടാണ് വെക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിക്കുമ്പോൾ എണീറ്റേ പറ്റുള്ളൂ. പിന്നെ എനിക്കൊരു ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ കുറച്ച് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. 5 മണിക്ക് തന്നെ എണീക്കും. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീക്കും. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നു പോകും. ആ സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നു പോകും. അത് നമ്മുടെ ഒരു നമ്മളങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ എണീക്കും. അപ്പം ഞാൻ 5 മണിക്ക് തന്നെ എണീക്കും. അപ്പം അതിനുള്ളൊരു മൈൻഡ് നമുക്ക് വേണം. ഞാൻ ആ സമയത്ത് എണീക്കും, എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ധൃതി പിടിച്ച് നമുക്കൊന്നും കറക്റ്റായിട്ട് ചെയ്യാനും പറ്റില്ല. ആകെ ഒരു അങ്കലാപ്പും വെപ്രാളവും ടെൻഷനൊക്കെ ആയിരിക്കും. നമുക്ക് റിലാക്സ് ചെയ്ത് നമ്മുടെ പണികളെല്ലാം കറക്റ്റ് ടൈമിൽ തീർത്ത് റിലാക്സോടെ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര മണിക്കാണോ നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ച് നമ്മൾ എണീക്കുക. എനിക്കിപ്പോൾ 5 മണിക്ക് എണീറ്റാലാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കും. തലേന്ന് ഞാൻ മിക്കവാറും ദിവസങ്ങൾ തലേന്നെല്ലാം കട്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്തായാലും ഞാൻ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പം പയറുകറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്, ചെറിയ ആൾക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ വലിയ ആൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ പരിപ്പും തക്കാളി മത്തനും കൂടെ തേങ്ങ വറുത്തരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് സോയാബീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോയാബീൻ സവാളയൊക്കെ ഇട്ടിട്ടൊന്ന് ഒരു ഫ്രൈയും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ചോറ് ഇറക്കി വെച്ചു. പിന്നെ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചു. അതെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തു. പിന്നെ ഞാൻ പരിപ്പ് വെന്തതിന് ശേഷം കുക്കറിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ മത്തനും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചെടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ്. കാരണം സാധാരണ ഞാൻ ആദ്യം തന്നെ കുടിവെള്ളവും പിന്നെ ചോറും തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ
ചായയും കൂടെ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് കുറച്ചും കൂടെ ഒരു ബിസി ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ ചോറ് തിളപ്പിച്ചു, കുടിവെള്ളവും തിളപ്പിച്ചു. അപ്പോൾ ചോറും കുടിവെള്ളം ഇറക്കി വെച്ചു. നമുക്ക് ആ ഒരു ദിവസത്തെ നമ്മുടെ തിരക്കുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡേ ഷെഡ്യൂൾ ചെയ്യുക. അപ്പം എനിക്ക് രാവിലെ അല്ലെങ്കിൽ ഞാൻ റിലാക്സ് ചെയ്ത് 2 മിനിറ്റ് ഇരുന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പം ഇന്ന് കുറച്ചും കൂടെ ബിസിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ചോറും ഇതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം പരിപ്പും വേവിക്കാൻ വെച്ചു. അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞപ്പം ആണ് ഞാൻ പിന്നെ ചായ വെച്ചിട്ട് പിന്നെ അതൊന്ന് കുടിച്ചത്. എന്നിട്ട് ഞാൻ കഷ്ണങ്ങളിട്ട് അതും വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പത്തിനുള്ള പൊടി ഞാനൊന്ന് കുഴച്ച് വെക്കാണ്. ഇന്ന് കുറച്ച് ഇടിയപ്പം പയറുകറിയും ചെറിയ ആൾക്ക് കൊണ്ടുപോകണം, പിന്നെ ചോറും കറിയും വലിയ ആൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ രണ്ടും നമുക്ക് ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി കഴിയണം. അപ്പോൾ ഞാൻ വേഗം ചെയ്യാണ്. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 2 പേർക്ക് അത് മതിയാവും. അപ്പോൾ ഓരോ ദിവസത്തെ നമ്മൾ തിരക്ക് അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ഇന്ന് കുറച്ചും കൂടെ തിരക്ക് പിടിച്ച ദിവസമാണ്. പിന്നെ ഞാൻ പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ അടച്ച് വെക്കുമ്പോൾ അത് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എണ്ണ ഒന്ന് റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്തു, അതവിടെ മാറ്റി വെച്ചു. ഇനി ചെയ്യാനുള്ളത് എനിക്ക് തേങ്ങ വറക്കണം. കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ നല്ല പ്രൊഡക്റ്റീവ്. അപ്പോൾ മോർണിംഗ് ആവണമെങ്കിൽ നമ്മൾ അന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ പണികളെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ നമ്മൾ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്യണം. എന്തൊക്കെ കാര്യം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഓരോ ദിവസവും നമ്മൾ ചെയ്യാനുള്ള മോർണിംഗിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാനുള്ളത് അതെല്ലാം നമ്മൾ അതിനനുസരിച്ച് ഓർഡർ അനുസരിച്ച് നമ്മൾ 1 by 1 ആയിട്ട് ആ ഒരു ദിവസം മുഴുവനും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളന്ന് ചെയ്ത് തീർക്കുക തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഇടിയപ്പത്തിന് കുറച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് അതൊന്ന് കറക്കി പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കറിയിൽ ഇനി നമ്മൾ പൊടികളൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം എല്ലാം അച്ചുകളിൽ പൊടി നിറച്ചിട്ട് കറക്കി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പം ഞാൻ ഇനി അത് എനിക്ക് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കണം. പിന്നെ കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരുക്കി അവരെ വിടണം, പിന്നെ ഫുഡ് കഴിക്കാൻ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒരിക്കലൊക്കെ അമ്മ ചെയ്തോളും. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ചേട്ടൻ തന്നെ കുളിപ്പിക്കുകയും കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തോളും. പിന്നെ കുഞ്ഞിനെ കുളിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കണം, മഴ ആയതുകൊണ്ടിട്ട്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുക. അങ്ങനെ നമ്മുടെ തകൃതിയായ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരു സന്തോഷമാണ് നമ്മൾ രാവിലെ പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മുടെ പണികളെല്ലാം തീർന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പം നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലേ. അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇത് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് എപ്പോഴും അത് ആ ഒരു റുട്ടീൻ അവർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം തീർത്താൽ മാത്രമാണ് വീട്ടമ്മമാർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഭൂരിഭാഗം അമ്മമാരിങ്ങനെ ചെയ്യുന്നവരായിരിക്കും. പിന്നെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അങ്ങനെ അവർ മടി അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടിയപ്പം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സോയാബീൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനു മുമ്പ് തേങ്ങ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറീൻ്റെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ കരച്ച് ചേർക്കാനായി തേങ്ങ കരച്ച് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ഞാനിതാ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കറി നമുക്ക് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ തേങ്ങ വറുത്തതിന് ശേഷം സോയാബീൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് നല്ലോണം പുരട്ടിയതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് സവോളയും കട്ട് ചെയ്ത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയൊക്കെ ഇട്ടിട്ടുണ്ടാകും. ജസ്റ്റ് വെറുതെ സവാള
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒക്കെ പരട്ടിയതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഈ നമ്മുടെ സോയാബീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ സവാള അരിഞ്ഞ് ചേർത്ത് ചട്ടിയിൽ നിന്ന് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തേങ്ങ ഞാനിതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ട് തേങ്ങയിലിട്ട് ചൂടാക്കിയിട്ട് തേങ്ങയും ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് കറി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ചെറുപയർ വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ കറി മത്തനും പരിപ്പും തക്കാളിയും കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്, ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചെറുപയർ ഞാൻ ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങ കൂടെ അരച്ച് കറിയൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാവും. പിന്നെ നമുക്ക് ബാക്കി കുഞ്ഞിനെ കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ മതി. ഒരുക്കാനുള്ളത് അമ്മ ഒരുക്കിക്കോളും. പിന്നെ ഫുഡ് കൊടുക്കുക, ഫുഡൊക്കെ പാത്രത്തിലാക്കുക, ഇതെല്ലാമാണ് പിന്നെ നമുക്ക് രാവിലെ ചെയ്യാനുള്ളത്. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പണികൾ ചെയ്യാറുള്ളത്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ പാത്രം കഴുകുക അതിൻ്റെ കൂടെ സാധാരണ കഴിയാറുണ്ട്. ഇന്ന് ഇതെല്ലാം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ വേഗം ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു. പിന്നെ അതിന് ശേഷം അവർ പോയതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടയേർഡാവും. അപ്പം നമ്മൾ കാരണം 5 മണിക്ക് എണീക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ടയേർഡാവും. രാവിലെ ഒരു തിരക്ക് പിടിച്ച പണിയാണല്ലോ നമുക്ക്. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പണിയൊക്കെ ഇതാവുള്ളൂ. അപ്പോൾ നമ്മുടെ പയറുകറിയും റെഡി ആയിട്ടുണ്ട്. പയറൊക്കെ ഞാനിത് തേങ്ങ കരച്ച് ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എണീറ്റ് വന്നു. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ രാവിലെ എണീറ്റ് വരുമ്പോൾ കട്ടൻ ചായയാണ് കുടിക്കാറുള്ളത്. ഇപ്പം ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചായ എടുക്കാം. അപ്പം ആ ചായ നമുക്കും കുടിക്കാം, ചേട്ടനും കൊടുക്കാം. അപ്പം ഞാൻ ഈ സമയത്താണ് പാൽ ചായ എടുക്കാറുള്ളത്. നമുക്ക് ചായ എടുത്തിട്ട് ചേട്ടൻ ഗ്ലാസ് കൊണ്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയായി. ഇനി ഞാൻ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും ഫുഡ് പാത്രത്തിലാക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് പോവുകയാണ്. അപ്പം ഇനി പിന്നെ വീഡിയോ അപ്പം നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ ചേട്ടന് ചായയും കൂടെ കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ സ്കൂളിലേക്കുള്ള ഒരുക്കത്തിനൊക്കെ പോയിട്ടോ. അതിന് അവരെ സ്കൂളിലൊക്കെ വിട്ടു. സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തു. കട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ടാണ് കേട്ടോ പിന്നെ പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത്. പാത്രമൊക്കെ കഴുകണം. പിന്നെ നമ്മൾ സ്റ്റൗവൊക്കെ തുടച്ചിടണം, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിയും. പിന്നെ എനിക്ക് കുറച്ച് രാവിലെ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിഷീനിൽ തുണി അലക്കാനുള്ളത് അലക്കാനിടണം. പിന്നെ ഇന്ന് വേറെ ചില കുഞ്ഞിനെ 1 മണിയാകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കൂട്ടാൻ പോകണം. അപ്പോൾ എനിക്ക് കുളിക്കണം. അതിന് മുമ്പ് കുളിച്ച് പിന്നെ ഞാൻ ഒരുങ്ങി കുഞ്ഞിനെ പോയി കൂട്ടിയിട്ട് വരും. അതിന് ശേഷം ചെയ്യാനുള്ളത് 2 മണിക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട്. മൂത്തയാളുടെ അമ്മുവിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ട്. 10th തന്നെ അവരുടെ ഒരു എക്സാം കഴിഞ്ഞു, PA1 കഴിഞ്ഞു. അപ്പം അതിൻ്റെ മാർക്ക് കിട്ടിയതിന് ശേഷം അവർക്ക് പിന്നെ മീറ്റിങ്ങും എല്ലാം കൂടെ ഇന്നാണ് 2 മണിക്കാണ്. അപ്പോൾ കുഞ്ഞിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് പിന്നെ പാരൻസ് മീറ്റിങ്ങിന് പോകണം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. വൈകുന്നേരം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പഠിപ്പിക്കണം, പിന്നെ ചോറൊക്കെ ഒന്ന് തിളപ്പിക്കണം, പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ ഉണ്ടാക്കണം, പിന്നെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അത്രയും കാര്യങ്ങൾ ചെയ്താൽ പിന്നെ വൈകുന്നേരത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനായി. അപ്പോൾ ഞാൻ പാത്രം കഴുകിയതിന് ശേഷം സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് സിങ്കും ഒന്ന് തേച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ പണികളെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് വൈകുന്നേരം എനിക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോ പണികളും ചെയ്ത് തീർക്കാറുള്ളത്. ഒരു ദിവസം ചെയ്ത് തീർക്കാനുള്ള എല്ലാ പണികളും ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാറുണ്ട്. ഒന്നും പെൻഡിങ് വെക്കാറില്ല. തുണികളൊക്കെ എടുത്തുകൊണ്ട് മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കും, അലക്കാനുള്ളത് കറക്റ്റായിട്ട് അലക്കും, വിരിച്ചിടാനുള്ളത് വിരിച്ചിടും.
അങ്ങനെ ഒരു ഓർഡറിൽ എല്ലാ പണികളും ഞാൻ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പം ഞാൻ സ്റ്റൗവൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞു, പാത്രം കഴുകി കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ പണി ഞാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഡക്റ്റീവ് ഡേ തന്നെയാണ്. ഞാൻ എല്ലാ ദിവസവും എനിക്ക് പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാൻ പറ്റാറുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.